നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് വീണ്ടും തറവേല കാണിച്ചു, മുംബൈക്ക് വരുന്നില്ലെന്ന്. പകരം ഞാൻ അവളുടെ ഹൽദിക്കും കല്യാണത്തിനും ചെല്ലാൻ. അവള് വെല്ലുവിളിച്ച സ്ഥിതിക്ക് നീ ചെല്ലണം ബ്രോ. നിന്റെ പവർ എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും കാണിച്ചു കൊടുക്കും. അവളും ഗൗതവും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അതിനുമുമ്പ് ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും. ഞാൻ എന്തിനും കൂടെയുണ്ട്. നമ്മൾ ആണുങ്ങളെ തേച്ചിട്ട് രക്ഷപ്പെടാന്ന് ഒരുത്തിയും കരുതണ്ട. ശിവാനിയുടെ അനുഭവം ലോകത്തിലെ സകല തേപ്പിസ്റ്റുകൾക്കും ഒരു പാഠമായിരിക്കണം. അതെ, ഈ നിമിഷം മുതൽ ശിവാനിയും ഗൗതം ഗോപിനാഥും നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. സകല ചങ്സിനെ വിളിച്ച് ആക്റ്റീവ് ആവാൻ പറ. 8ന്റെ പണി എവിടെ വെച്ച് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടാ, ഹലോ, ഇപ്പൊ കേക്കാവോ? ഇവിടെ റേഞ്ച് ഇത്തിരി കുറവാ, അതാ. ആ, ഹലോ, കട്ടായല്ലോ. നിധി, എനിക്ക് വേണ്ടി താൻ സെലക്ട് ചെയ്ത റിസപ്ഷൻ ഡ്രസ്സിന്റെ വില കണ്ടപ്പോ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മയെ ഡീൽ ചെയ്യാൻ മറ്റാരേക്കാളും പറ്റിയ ആള് നിധിയ. ശിവാനിയുടെ സ്ഥാനത്ത് നിധിയായിരുന്നെങ്കിൽ അമ്മയെ ഓക്കെ ആക്കാറുന്നു. ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഈ ട്രിക്കുകളൊക്കെ ശിവാനിക്ക് പഠിപ്പിച്ചു കൊടുത്തു വിടണം. അങ്ങനെയാണെങ്കിൽ ശിവാനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പാറുവിന്റെ ഈ ഭൂമി കൈമാറ്റ ടെക്നിക്ക് പോലും വേണ്ടിവരില്ല. ഒരു കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് മരുമകളായി കയറി വരുന്ന പെൺകുട്ടിക്ക് ഒരു ട്രിക്കും ഇല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ അതിന് അവളുടെ ഭർത്താവ് നട്ടലുള്ളവനായിരിക്കണം. ആ കുടുംബം ഈശ്വരമംഗലം ആകണമെങ്കിൽ ഈശ്വരനെ പോലെ എല്ലാവരെയും തുല്യരായി കാണണം. അപ്പോഴാ അത് യഥാർത്ഥത്തിൽ ഈശ്വരമംഗലം ആവുന്നത്. അതിനു പകരം അതൊരു വസുന്ധരമംഗലം ആണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ടെക്നിക്കുകൾ മാത്രം പോരാ, നല്ല കായിക ശേഷിയും വേണം. വസുന്ധരാന്റിയിൽ നിന്ന് നേരിട്ട അപമാനത്തെക്കുറിച്ച് പാർവതി ആന്റി കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹതാപാ തോന്നിയത്. ഈശ്വരമംഗലത്തെ പുരുഷന്മാരുടെ ഗതികേടോർത്ത്. കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം താൻ ചെന്ന് കയറുന്ന വീട്ടിലും ഇതുപോലെ ഒരു അമ്മയുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യും? 4 ദിവസം, 4 ദിവസം കൊണ്ട് ഞാൻ ആ അമ്മയുടെ പത്തി അടിച്ചു താഴ്ത്തി കുപ്പിയിലാക്കും. എന്റെ പവറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വസുന്ധരാന്റിയോട് ചോദിച്ചാൽ മതി. പലതവണ എന്നോട് കോർത്തപ്പോഴൊക്കെ തോറ്റത് അവരാ. ഓക്കെ, എന്തായാലും എനിക്ക് ചേരുന്ന ദീർഘസുമംഗലി യോഗമുള്ള പെൺകുട്ടി താനാകാതിരുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭാഗ്യം. ചിലപ്പോ ഞാൻ വെറുതെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈഫ് പാർട്ണർ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് കുടുംബത്തിലെ സമാധാനമാണ്. ലൈഫ് പാർട്ണർ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യും. ബെസ്റ്റ് ഫ്രണ്ട് അത് ചെയ്തൊന്നും വരില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? സാറിന്റെ വിശ്വാസം സാറിനെ രക്ഷിക്കട്ടെ. ശിവാനിയെ കാണുന്നില്ലല്ലോ. രജിസ്ട്രേഷൻ ഒപ്പിട്ട് കൊടുത്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഒരുങ്ങേണ്ടതല്ലേ? ഞാനിപ്പോ വിളിക്കാം. ശിവാനി, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയല്ലേ, പൂജാമുറി ചെന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങ. ശരി അച്ഛാ. ശിവാനിക്ക് കിട്ടിയ ഭാഗ്യം കണ്ടിട്ടും നിധിയും ചന്ദ്രികയും എന്താ ഒരു അഭിപ്രായം പറയാത്തത്? അഭിപ്രായം ഞാൻ പറഞ്ഞാ മതി അമ്മായി. ആഹാ, എന്റെ അളിയൻ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കേക്കട്ടെ, എന്താ തന്റെ അഭിപ്രായം? ഇവൻ അങ്ങനെ പെട്ടെന്ന് ആരോടും അടുക്കാത്ത കൂട്ടത്തിലാ.
പിന്നെ ശിവാനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യത്തിൽ ഞങ്ങൾ 3 പേരും ഒരേ അഭിപ്രായക്കാരാ. അവൾക്ക് വിധിച്ചത് അവൾക്ക് കിട്ടും. നല്ലത് മാത്രം വരാൻ ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ജോത്സരെ വിളിക്കുന്നേ. രാവിലെ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. ഇപ്പൊ തിരിച്ചു വിളിക്കുന്നതാ. ഹലോ ജോത്സരെ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ഈശ്വര, കുഴപ്പാവോ? രാവിലെ ഞാനൊരു പൂജയിലായിരുന്നു. ഫോൺ ബെല്ലടിച്ചത് കേട്ടില്ല. എന്താ വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് ജോത്സരെ, അത് പറയാനാ ഞാൻ വിളിച്ചേ. മരുമകളുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി എഴുതി വെക്കാൻ ഞാനും ഗോപിയേട്ടനും തീരുമാനിച്ചു. മുൻപ് നമ്മള് അങ്ങനെ വസുന്ധരയോട് പറഞ്ഞതും ആ തീരുമാനം എടുക്കാൻ കാരണമായി. വിവാഹത്തിന് മുൻപ് തന്നെ അത് നടക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ പിന്നെ ഇന്നു മാത്രം അതിന് പറ്റിയ ദിവസം. അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. പാർവതിയുടെ തീരുമാനം നല്ലത് തന്നെയാ. വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. വിവാഹം നടക്കാൻ പെൺകുട്ടിയുടെ പേരിൽ ഭൂസ്വത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞ നുണയും ഇതോടെ സത്യമായി തീരും. അതെ. പക്ഷേ ഇന്ന് രജിസ്ട്രേഷൻ നല്ല ദിവസമല്ല. അയ്യോ, അപ്പോ ഇന്ന് രജിസ്ട്രേഷൻ നടത്താൻ പാടില്ലേ?